ഇന്ന് നമ്മൾ അച്ചൻകോവിൽ വഴി തെങ്കാശിയിലോട്ട് പോകുന്നൊരു വീഡിയോ ആണ്. രാവിലെ 7 മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും ആദ്യം തന്നെ നമ്മൾ പാറപ്പള്ളിയിൽ നേർച്ചയിട്ടിട്ടേ നമ്മൾ പോകാറുള്ളൂ. ഇത് പാറപ്പള്ളി പുതിയ പള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പമ്പിൽ പോയി 500 രൂപയ്ക്ക് പെട്രോളും അടിച്ചു. ഇത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ്. തിരുവല്ല വഴിയാണ് നമ്മൾ പോകുന്നത്. ചങ്ങനാശ്ശേരി നേരെ തിരുവല്ല കയറി തിരുവല്ല, അടൂര്, ചെങ്ങന്നൂര് ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇത് ചെങ്ങന്നൂര് ബസ് സ്റ്റാൻഡാണ്. രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. റോഡൊക്കെ ഫുള്ള് ഫ്രീ ആയിരുന്നു. നമ്മളിപ്പോൾ അടൂര് ടൗൺ കഴിഞ്ഞിരിക്കും. ഇത് അടൂര് ടൗൺ ആയി. കുറച്ചു നേരം വണ്ടി ഒന്ന് സൈഡിൽ നിർത്തി നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കി ഇതിപ്പോൾ കോന്നിയിലോട്ട് പോകുന്നൊരു ഷോർട്ട് കട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നാണ്. ആ വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ പുനലൂരാണ്. നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. നമ്മൾ പത്തനാപുരം വഴിയാണ് പോകുന്നത്. ഈ കൊല്ലമ്പടി ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്ക് അവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇത് കോന്നി അച്ചൻകോവിൽ റൂട്ടാണ്. നേരെ പോയാൽ കോന്നി, വലത്തോട്ട് പോയാൽ നമുക്ക് അച്ചൻകോവിലോട്ട് പോകാം. ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ ചെക്ക് പോസ്റ്റ് കയറ്റി വിടത്തില്ലെന്ന് ആദ്യം വിചാരിച്ചു. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇതുവഴി നമുക്ക് ചെക്ക് പോസ്റ്റ് നമ്മളെ കയറ്റി വിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പം ചോദിച്ചപ്പോഴത്തേക്ക് അവർ കുഴപ്പമില്ല, പിന്നെ നമ്മുടെ പേരും എല്ലാം അവിടെ അഡ്രസ്സും എല്ലാം എഴുതി കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് കയറാവുന്നതാണ്. പ്രൈവറ്റ് ബസ്സും KSRTCയും എല്ലാം പോകുന്നൊരു വഴിയായത്. നമ്മൾ പോകുന്നത് ഈ മെയിൻ റോഡിൽ കൂടെ അല്ല, നമ്മൾ കാട്ടുവഴി കൂടെ നമ്മൾ പോകുന്നത്. ഇതങ്ങോട്ട് പോകുന്ന വഴി കണ്ട ഒരു അമ്പലമാണ്, ശിവചാമുണ്ഡി ക്ഷേത്രം. ഈ വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തേക്കുക എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അമ്പലത്തിലൊരു ഉത്സവമുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള ആളുകളും തിരക്കും ഒക്കെ അവിടെ. കല്ലേലി അപ്പൂപ്പൻകാവ് എന്ന് പറഞ്ഞൊരു അമ്പലമാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. അത് കഴിഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ തേക്കിൻതടിയും ഫുൾ തേക്കിൻ്റെ തോട്ടഭാഗത്തെല്ലാം മൊത്തം നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഫുള്ള് തേക്കിൻതടിയും സൈഡിൽ മൊത്തം കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് ഫുള്ള് കൈതത്തോട്ടമാണ്. ഇവിടുന്ന് ഇടത്തോട്ടാണ് ബസ്സൊക്കെ പോകുന്നത്. നമ്മൾ നോർമലി അതുവഴിയാണ് പോകേണ്ടത്. കല്ലേലിപ്പാലം, കൊക്കാത്തോട് വഴിയാണ് സാധാരണയായിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ പക്ഷേ ഇടത്തോട്ടില്ല, നമ്മൾ നേരെ കാണുന്ന വഴി ആ കാട്ടുവഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. അതുവഴി സാധാരണ അങ്ങനെ അധികം വണ്ടികളൊന്നും കടത്തി വിടാറില്ല, കാരണം മൊത്തം ആനയുടെ ശല്യമാണ് അതുവഴി. നമ്മളവിടെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ പിന്നെ അതുകൊണ്ട് നമ്മൾ അതുവഴി ബൈക്കുമായിട്ട് വന്നതാണ്. അകത്തോട്ട് പോകുമ്പോഴും മൊത്തം ഈ മരങ്ങളാണ്, ഫുള്ള് തേക്ക് മരങ്ങളാണ് മൊത്തം. ഇത് മൊത്തം ലൈൻ കമ്പി ഇട്ടേക്കുന്നതാണ്. ഈ ആനശല്യം കാരണമാണെന്ന് തോന്നുന്നു. ഫുള്ള് ഇലക്ട്രിക് ഷോക്കും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഫുള്ള് അകത്തോട്ടെല്ലാം. ഈ ഭാഗത്തായിട്ടാണ് ഈയിടെ മറ്റേ ബ്ലാക്ക് പാന്തറിനെ കണ്ട ഒരു സ്ഥലം വൈറലായിരുന്നല്ലോ, അവിടെ ആണ് ഈ ഭാഗം. നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരു ഫാമിലി അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കാറിലാണ് അവർ വന്നത്. പിന്നെ അകത്തോട്ട് പോകും തോറും ഇതാണ് ആനയുടെ ശല്യവും കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം വഴിയെല്ലാം ആന ഇങ്ങനെ കുത്തിമറിച്ചിട്ടതും
ആനപ്പിണ്ടവും സംഭവങ്ങളൊക്കെയാണ് മൊത്തം. ഇത് കണ്ടോ, ഇത് മൊത്തം ആന ചവിട്ടി കയറിപ്പോയതോ എന്തോ ആവാനാ ചാൻസ്. വഴിയിൽ എവിടെ നോക്കിയാലും ആനപ്പിണ്ടേ ഉള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇപ്പൊ ഇട്ടിട്ട് പോയ പോലെ കിടക്കുന്നത്. നമ്മളും അതുകൊണ്ട് നമ്മൾ കുറച്ച് പേടിച്ച് നോക്കിയാണ് നമ്മൾ പതുക്കെയാ പോയത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വലത് സൈഡിലായിട്ട് അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസാണെന്ന് തോന്നുന്നു, അതെല്ലാം അവിടെ കാണാം. നമ്മളങ്ങനെ കൂടുതലും മൃഗങ്ങളെ ഒന്നും കണ്ടില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമുക്ക് മയിലിനെയൊക്കെ കുറെ കാണാൻ പറ്റും. ഇത് കണ്ടോ, നമ്മളെ കണ്ടപ്പോൾ ഒരു മയിൽ അകത്തോട്ട് പതുക്കെ പാത്തിരിക്കുകയാണ്. ഓരോ മരങ്ങളുടെയൊക്കെ വലിപ്പം കണ്ടില്ല, നല്ല വലിയ മരങ്ങളകത്തോട്ട്. ഇതും ആനയെ കയറിപ്പോയ എന്തോ ഒരു ആനയുടെ കാൽപ്പാടോ സംഭവങ്ങളോ ഒക്കെയാണ്. അല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മയിലുകളൊക്കെ ഒത്തിരി ഇരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മാക്സിമം നമ്മൾ പൊക്കമുള്ള വണ്ടികളുമായിട്ട് ഈ വഴി വരുന്നതായിരിക്കും നല്ലത്. ചെറിയ വണ്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടി നല്ലോണം തട്ടാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് ഈ വഴി കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ ആ കാട്ടിൽ കൂടെ നമ്മൾ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും അവിടെ എഴുതി വെച്ചു ചെറിയ വാഹനങ്ങൾ മാത്രമേ ആ വഴി പോകാൻ പാടുള്ളൂ. പുലിയും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചുമ്മാ നമ്മൾ ബൈക്കിൻ്റെ കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് ഇത് ആനകളെല്ലാം ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും നല്ല സൈറ്റ് സീയിങ് ആണ് മൊത്തം. നമുക്ക് അത്യാവശ്യം ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നു. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത് ദൂരെ കുറെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നപ്പോഴാണ് ഈ ഫോറസ്റ്റുകാരുടെ ഈ വണ്ടി വന്നത്. നമ്മളോട് പറഞ്ഞ് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പാടില്ല. അപ്പം വെള്ളത്തിലൊന്നും അവിടെ അങ്ങനെ ഇറക്കത്തില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ കുമ്പാവുരുട്ടി വാട്ടർഫോൾസ്. നമുക്ക് പിന്നെ വണ്ടിയിൽ പെട്രോൾ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അവിടെ പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അവിടെ ഒരു കടയിൽ ഇതേപോലെ ലൂസായിട്ട് നമുക്ക് ബ്ലാക്കിൽ വിൽക്കുന്നുണ്ട് പെട്രോള്. ഇത് അച്ചൻകോവിൽ അമ്പലമാണ്. അമ്പലത്തിൻ്റെ അവിടുന്ന് നമ്മൾ പെട്രോൾ വാങ്ങിയത്. അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയിലുണ്ട്. അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ നമുക്ക് പെട്രോൾ കിട്ടും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒത്തിരി വണ്ടികൾ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഈ ശബരിമലയിലോട്ടൊക്കെ പോകുന്ന വണ്ടികളാണ്. അത് കഴിഞ്ഞൊരു കുരങ്ങിനെ കണ്ട് കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കാണ് കുരങ്ങൻ മേളിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് കുമ്പാവുരുട്ടി വാട്ടർഫോൾസ് ആണ്. ഇവിടുന്ന് അകത്തോട്ട് ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇപ്പം. ആ കുമ്പാവുരുട്ടി വാട്ടർഫോൾസ് കഴിഞ്ഞ് കുറച്ചുകൂടെ ദൂരം കഴിയുമ്പോഴത്തേക്കും പിന്നെ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റാണ്. കാറിലൊക്കെ വരുന്നവരെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ബൈക്കിലായോണ്ടാന്ന് തോന്നുന്നു നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നമ്മളെ വിട്ടു. ഇനിയിപ്പോൾ അടുത്തത് തമിഴ്നാട്ടിലോട്ടാണ് നമ്മൾ കയറുന്നത്. തെങ്കാശിയിലുള്ള കാറ്റാടിപ്പാടങ്ങളാണ് ആ കാണുന്നതെല്ലാം. നമുക്കിവിടെ കുറച്ച് ദൂരം തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് ഈ കാറ്റാടിപ്പാടങ്ങളൊക്കെ അങ്ങ് ദൂരെ കാണാൻ പറ്റും. അങ്ങൊരു ഡാമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതിന്റെ അടുത്തു കൂടെ പോകുന്നതെന്ന് തോന്നുന്നു. പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ട് കയറാം.
നമ്മളവിടെ ചോദിച്ചപ്പോൾ ഡാമിൽ ഇപ്പോൾ വെള്ളം കുറവാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മൾ പതുക്കെ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് താഴോട്ട് ഇറങ്ങി വരുന്ന വഴി തന്നെ തിരുമലൈക്കോവിലോട്ടൊക്കെ പോകുന്ന വഴി. അവിടുന്ന് കുറച്ച് ദൂരം വന്ന് 3 കിലോമീറ്റർ വലത്തോട്ട് ഒരു വഴിയുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ തിരുമലൈക്കോവിലോട്ടാണ്. നമുക്ക് ദൂരെ നിന്ന് തന്നെ തിരുമലൈക്കോവിലും എല്ലാം കാണാൻ പറ്റും. ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. നമ്മളങ്ങനെ തിരുമലക്കോവിലിന്റെ അടിവാരത്തെത്തി. ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഹോട്ടലും അതുപോലെ പൂക്കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്പലത്തിലോട്ട് വേണ്ട പൂവും കാര്യങ്ങളും എല്ലാം നമുക്ക് അടിയിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. വണ്ടിയും അതേപോലെ മേളിലോട്ട് കയറ്റി വിടുന്നുണ്ട്. 20 രൂപ, കാറിനൊക്കെ 20 രൂപ പാസേ ഉള്ളൂ. നമ്മൾ പിന്നെ അവിടുന്ന് നമ്മൾ പതുക്കെ തെങ്കാശിയിലോട്ട് വരുന്ന വഴി നമ്മൾ അങ്ങ് ദൂരെ നിന്ന് കണ്ട കാറ്റാടിപ്പാടങ്ങളില്ലേ, അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ അതുവഴിയാണ് നമ്മൾ തെങ്കാശിയിലോട്ട് പോകുന്നത്. തെങ്കാശിയിലോട്ട് അടുക്കാറായപ്പോഴത്തേക്കും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി. നല്ല ചൂടും എല്ലാം ഉണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കാണ് തെങ്കാശിയിലെത്തിയത്. എന്നാൽ പിന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കണം എന്ന് കരുതി പിന്നെ തമിഴ്നാട് ബിരിയാണിയും പിന്നെ കലക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഓംപ്ലേറ്റ് പോലെ ഒരു സംഭവമാണ്. എല്ലാം കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അവിടുന്ന് അന്യംപാറയിലോട്ടാണ് പോയത്. അന്യംപാറ ഇപ്പോൾ ആളുകൾ അത്യാവശ്യം അറിഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ഇപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. ഇത് നമ്മുടെ അന്യൻ സിനിമയിലെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അന്ന് അവർ അടിച്ചു വെച്ച പെയിന്റും സംഭവങ്ങളും പടങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല പാടവും എല്ലാം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിലൂടെ ഉള്ളൊരു വഴിയുണ്ട്. ആ വഴി നേരെ പോകുന്നിടത്താണ് നമ്മുടെ ഈ അന്യൻ സിനിമയിൽ അമ്പിയുടെ വീടും സംഭവങ്ങളും എല്ലാം ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. അതുവഴി നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ചേച്ചിമാർ പച്ചക്കറികളും മറ്റുമൊക്കെ വിൽക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളങ്ങനെ സുന്ദരപാണ്ഡ്യപുരത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ അവിടെ ആരോട് ചോദിച്ചാലും നമുക്ക് വഴി പറഞ്ഞു തരും. ഈ പോകുന്ന ചേട്ടനാണ് നമുക്ക് സൂര്യകാന്തി തോട്ടത്തിലോട്ടുള്ള വഴി പറഞ്ഞു തന്നത്. നമ്മൾ ജസ്റ്റ് ചോദിച്ചുള്ളൂ. അപ്പോഴത്തേക്കും ചേട്ടൻ വാ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയായിരുന്നു. സൂര്യകാന്തി തോട്ടത്തിന്റെ അടുത്ത് തന്നെ ഈ തക്കാളിത്തോട്ടവും പിന്നെ അവിടെ ഉള്ളിയും എല്ലാം വിൽക്കുന്നുണ്ട്. ചേച്ചിമാരൊക്കെ അവിടെ തക്കാളിയൊക്കെ പറിക്കുകയാണ്. വാങ്ങേണ്ടവർക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. റേറ്റും അത്യാവശ്യം കുറവാണെന്ന് തോന്നുന്നു. அங்கே போய் பார்க்க முடியுமா? பார்க்கலாம். அது ஒன்று தண்ணியெல்லாம் இல்லையா? தண்ணி இங்கே தான் அந்த வீடு எல்லாமா? வீடு இல்லை தெரியும். இப்படி உள்ளே போனோம் தண்ணியே முதல்ல தான் கட்டி ரோஜாலாம் எடுத்து அங்கே போய் பார்க்க முடியுமா? பார்க்க நான் அங்கே சரி நான் பார்த்துட்டு சரி அது கிடக்கு. ഈ അഗ്രഹാരത്തിലാണ് നമ്മുടെ അന്യൻ സിനിമയുടെ വിക്രമിൻ്റെ വീടും സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഏരിയയാണ്. നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ അത്യാവശ്യം കുറേ സിനിമയും മറ്റും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അതേപോലെ അടുത്ത് തന്നെ നമുക്ക് ഈ പനങ്കള്ളും നൊങ്കും ഒക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം മേടിക്കാതിരിക്കുക. കാരണം അവർ നമുക്ക്
ആദ്യം നമ്മൾ ഒന്നിലേക്ക് റേറ്റ് ചോദിച്ചും വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓരോ ഇതവർ മനഃപൂർവ്വം ഒഴിച്ച് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ഓരോ ഗ്ലാസ്സിനും അവർ 60 രൂപ 70 രൂപ വെച്ച് നമ്മളോട് അവസാനമായിരിക്കും പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തെങ്കാശിയിലോട്ട് വന്നു. ഇത് ഈ കാണുന്നതാണ് തെങ്കാശി അമ്പലം. നമ്മളങ്ങനെ തെങ്കാശി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് അത്യാവശ്യം തിരുനെൽവേലി അലുവയും സംഭവങ്ങളൊക്കെ കിട്ടുന്ന. ഇവിടെ ഇനിയും കാണാൻ കുട്രാളവും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഒത്തിരി വെള്ളച്ചാട്ടങ്ങളും സംഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നെ അവിടെ ഒന്നും പോയില്ല. നമ്മൾ പിന്നെ നേരെ തിരിച്ച് വരുന്ന വഴി നമുക്ക് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഈ വഴി കൂടുതലും ചരക്ക് ലോറികളാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ 13 കണ്ണറ പാലത്തിൻ്റെ ഒക്കെ അതുവഴിയാണ് നമ്മൾ തിരിച്ച് കേരളത്തിലോട്ട് വരുന്നത്. അവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറച്ച് നേരം ബൈക്ക് അവിടെ നിർത്തിയിട്ട്, രാവിലെ നല്ല വെയിലായിരുന്നു. പെട്ടെന്ന് ഈ ഒരു മഴ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൻകോട്ടും സംഭവങ്ങളും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ചൊന്ന് മഴ തോർന്നപ്പോഴത്തേക്കും നമ്മൾ പതുക്കെ ഇറങ്ങി. നമ്മളവിടുന്ന് പത്തനാപുരം പുനലൂർ ആ റൂട്ടിലോട്ടാണ് നമ്മൾ വരുന്നത്. പത്തനാപുരം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇടത്തോട്ടാണ് നമുക്ക് അടൂരിലോട്ടൊക്കെ പോകുന്ന വഴിയുള്ളത്. നമ്മളങ്ങനെ തിരിച്ച് രാവിലെ പോയ അതേ വഴി തന്നെ തിരിച്ചെത്തി. ഇത് അടൂര് ജംഗ്ഷനാണ്. വൈകിട്ടായപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോയാൽ പന്തളം ക്ഷേത്രമൊക്കെ ഉണ്ട്. നമ്മൾ വരുന്ന വഴി തന്നെ വലത്തോട്ടാണ്. ഈ വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ എല്ലാം കുടിച്ച്, ഇത് ഹിന്ദിക്കാർ നടത്തുന്ന ഒരു കടയാണ്. അവിടെ അത്യാവശ്യം കടികളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഹിന്ദിക്കാരും പിന്നെ ലോട്ടറി കച്ചവടം ഉണ്ട്. നമ്മൾ ബോണ്ടയും മുളക് ബജിയും എല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നു.